ഞാനിതോടെ ഒരു സ്കൂളിൽ വായനാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ പോയി. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. 100% റിസൾട്ടാണ് സ്കൂളിൽ. അപ്പോൾ ഞാൻ വായിച്ച കുറച്ച് പുസ്തകങ്ങൾ, ബഷീറിനെ കുറിച്ചും MT കുറിച്ചും T പത്മനാഭൻ, അങ്ങനെ കുറച്ച് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. കുട്ടികളൊക്കെ എന്നെ ചത്ത പോലെ ഇരിക്കുകയാണ്. ഞാൻ വെറുതെ ഒരു തമാശ കഴിച്ചു. ബഷീറിനെ ആർക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ ബഷീറിൻ്റെ കഥകൾ വായിച്ചതും ഒരു 5-6 കുട്ടികൾ കൈപോക്കുന്നു, മറ്റേ കൈപോക്കുന്നു. ഞാൻ വെറുതെ ചോദിച്ചു, തൊപ്പി എത്ര പേർക്ക് അറിയാം? 2000 കുട്ടികൾ, എനിക്കൊന്ന് 5-10 കുട്ടികളൊക്കെ ബാക്കി എല്ലാവരും കൈപൊക്കി. എന്തുകൊണ്ട് സാധിച്ചു? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് നമ്മളും തിരിച്ചറിയണം. സോഷ്യൽ മീഡിയ നല്ലത് കൊടുക്കാതെ തെറ്റിദ്ധാരണ പരത്തുന്നതും വേണ്ടതും കൊടുത്ത് നമ്മുടെ കുട്ടികളെ വഴി തെറ്റിക്കുന്ന ആര് തന്നെയാണ്. സോഷ്യൽ മീഡിയക്ക് അതിന് വലിയ പങ്കുണ്ട്. ഇപ്പൊ ഷൈൻ ടോം ചാക്കോ, ഞാൻ എന്റെ അടുത്ത സുഹൃത്ത്, എന്റെ നല്ല സുഹൃത്താണ്. ഞാൻ കണ്ടത് വെച്ച് അസാധ്യ നടനാണ്, നല്ല ഹ്യൂമൻ ബീങ് ആണ്. അദ്ദേഹത്തിന്റെ നല്ല ഇന്റർവ്യൂസ് ആരും കൊടുക്കാറുണ്ടോ? നിങ്ങൾക്ക് വേണ്ടതും അദ്ദേഹം നിങ്ങൾ തുറന്നു പറയണം. ഇപ്പം നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല, ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടാവാം അദ്ദേഹത്തിന്. നിങ്ങൾ അത് ക്യാപ്ചർ ചെയ്യണം. അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയാം, എനിക്ക് തോന്നിയതാണ് പറഞ്ഞത്, ഓപ്പൺ ചർച്ച ചെയ്തുകൊണ്ടാണ്. ഷൈൻ ചേട്ടന്റെ ഇതിന് മുമ്പുള്ള ഒരു പീരീഡിന് മുമ്പുള്ള ഒരു പല ഇന്റർവ്യൂസും ഉണ്ട്. അതിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ നല്ല രസമാണ്. അദ്ദേഹം നല്ല വായനയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നല്ല ജീവിത അനുഭവങ്ങളുണ്ട്. കാരണം സിനിമയില് അസിസ്റ്റന്റ്. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ ഏതോ ഒരു ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ കണ്ടതേ ഉള്ളൂ. അതൊക്കെ വിറ്റിട്ട് കാശുണ്ടാക്കിയാണ്. അതൊക്കെ ചാനൽ, ഈ ഓൺലൈൻ ചാനലുകാർ വിറ്റ് അദ്ദേഹത്തിന് ഒരു കോമാളിനെ പോലെ പുറത്ത് ആക്കിയാണ്. അപ്പൊ അതെന്താ കാര്യം അറിയോ? അത് കാണാനേ നെഗറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരുകൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നെഗറ്റിവിറ്റി കാണിക്കുന്നില്ലെങ്കിലും മലയാളത്തിൽ ഏറ്റവും മികച്ച സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സീരിയൽ ഇന്നിപ്പോ സീരിയൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏറ്റവും നല്ല സീരിയലുകൾ അല്ലേ, എത്ര നല്ല സീരിയൽ, KK രാജീവിന്റെയും ശ്യാമപ്രസാദ് സാറിന്റെയും അങ്ങനെ തുടങ്ങി അല്ലെ സീരിയൽ കാണാൻ ഞങ്ങൾ ഇങ്ങനെ കൊതി കൊണ്ട് നിൽക്കും. അത് സ്വീകരിച്ച ജനങ്ങളല്ലേ ഇവിടെ? എന്താ പറയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നെഗറ്റിവിറ്റിയിലേക്ക് പോയത്? നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ കുവൈത്തിൽ നാടകം കളിച്ചിട്ടാ വന്നത്. എന്റെ നാടകം കാണാൻ ഹൗസ്ഫുൾ ആയിരുന്നു. ഞാൻ അതിലെന്തും നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടാണോ ആ നാടകം കണ്ടത്? ഇപ്പൊ മലയാളത്തിൽ മാടൻ മോക്ഷം എന്ന് പറഞ്ഞ ഒരു നാടകം അരങ്ങേറുന്നത് എത്ര പേര് കണ്ടു എന്നറിയില്ല. ആ നാടകം കാണാൻ വേണ്ടിയിട്ട് തള്ളിക്കയറുകയാണ്. ഒരു പബ്ലിസിറ്റി ഇല്ല. ഒരു ചാനലുകാർ ഇന്ന് വരെ എവിടെയും ആ നാടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. വല്ല വാർത്താ ചാനൽ വന്നിട്ടുണ്ടാവും. ആ നാടകത്തെക്കുറിച്ച് ഇന്ന് വരെ ഒരു ഓൺലൈൻ ചാനലുകാർ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടില്ല. അല്ലെ, നിങ്ങൾക്കൊക്കെ വേണ്ടതെന്നറിയോ? വിറ്റ് കാശാക്കണം. നെഗറ്റിവിറ്റി വിറ്റ് എന്ത് പറയും? നെഗറ്റിവിറ്റി കാണാൻ ആൾക്കാർ അങ്ങനെയാണ്. ഇതൊക്കെ എങ്ങനെ കാണുന്നു? എന്റെ പെണ്ണടൻ എന്ന നാടകം ഞാൻ കളിക്കുന്നു, 8 വർഷമായിട്ട് കളിക്കുന്നു. തുടരും എന്ന് പറഞ്ഞ സിനിമ ഒരു ഇന്റർവ്യൂ ഇല്ലാതെ ജനങ്ങളിങ്ങനെ ടിക്കറ്റ് കിട്ടാതെ പോവുകയാണ്. ആ സിനിമ എന്തെങ്കിലും വയലൻസോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കാണിച്ചിട്ടാണോ ആ സിനിമ നമ്മൾ കൊടുക്കുന്നതാണ്. അതിന് നമ്മൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരേപോലെ ബാധ്യതയുണ്ട് ഈ സമൂഹത്തോട്. കാരണം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മളും തീരുമാനിക്കണം. അത് എല്ലാവരും, അത് സിനിമാക്കാരായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, മീഡിയ പ്രവർത്തകരായിക്കോട്ടെ, ആര് പെട്ടിക്കടയിൽ കച്ചവടം നടത്തുന്ന പോലും തീരുമാനിക്കണം. അവനും കുട്ടിയുണ്ട്, അവനും പേരക്കുട്ടിയുണ്ട്. അവന് ഈ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കഞ്ചാവ് അവനെ പിടിച്ച് ആദ്യം തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയാം. മനസ്സിലാവുന്നില്ലേ? ഈ വാർത്തകളൊന്നും അവിടേക്ക് പോവില്ല. ഈ വാർത്തകളൊന്നും അവിടേക്ക് പോവില്ല. ഈ വാർത്തകളിലേക്കൊന്നും നമ്മുടെ ഓരോ വ്യക്തികൾക്കും സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. തീർച്ചയായിട്ടും. ഇത് പോലീസ് ചെയ്യട്ടെ, ഇത് എക്സൈസ് ചെയ്യട്ടെ, ഇത് അവിടെ നേരത്തെ നമ്മൾ സംസാരിച്ച അവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ സിനിമ ഇദ്ദേഹത്തിന് എന്ത് തലയ്ക്ക് വണ്ടി ഓടുന്നത്. അപ്പം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയെടുത്ത് ഇവിടം വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ എന്തുമാത്രം മാടുപോലെ പണി ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാകും. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്ത് നിർമ്മിച്ച് ഇത് എത്ര ഇവിടം വരെ കൊണ്ടുവന്നു ഇല്ലേ? പക്ഷേ അത് എറിഞ്ഞു പൊട്ടിക്കാനും അതിനകത്ത് കുറ്റങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഒരു കുറ്റം കണ്ടെത്തിയിട്ട് അതിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി കുറേ പേരുണ്ടാവും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.